നമസ്കാരം. സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത് വിശുദ്ധ റംസാൻ കാലം. കാലം ചെല്ലുംതോറും മലബാറുകാർക്ക് ഗൃഹാതുരത്വം നിറഞ്ഞ ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചാണ് ഓരോ റംസാനും വിടവാങ്ങുക. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിലെ നോമ്പുകാല ഓർമ്മകളിലേക്കും വർത്തമാനങ്ങളിലേക്കുമാണ് ഇത്തവണ സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ക്യാമറ തിരിച്ചുവെക്കുന്നത്. ഒപ്പം മലപ്പുറത്തിന്റെ മാറിമറിഞ്ഞ നോമ്പുകാല സാഹചര്യങ്ങളും പങ്കുവെക്കുന്നു. ഐക്യ കേരള പിറവിയോടെയാണ് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായിരുന്ന കാസർഗോഡിനെ കേരളത്തോട് ചേർക്കുന്നത്. മലയാളവും കന്നഡയും മുതൽ ഉറുദുവും വ്യാരിയും വരെ സംസാരിക്കുന്ന മുസ്ലിങ്ങളാണ് കാസർഗോഡുള്ളത്. കാസർഗോഡിന്റെ ഇസ്ലാമിക പാരമ്പര്യം ഹിജ്റ 22-ാം ആണ്ടിൽ മാലിക് ദിനാറും കൂട്ടരും സ്ഥാപിച്ച തളങ്കര പള്ളിയിൽ നിന്നും ആരംഭിക്കുന്നു. കാസർഗോഡ് കേരളത്തിന്റെ ഭാഗമാണോ എന്ന് ഇന്നും തർക്കിക്കുന്നവരുണ്ട്. എന്നാൽ നോമ്പുകാല വിഭവങ്ങളിൽ നാളികേരമില്ലാത്ത ഒരു വിഭവം കാസർഗോട്ടുകാർക്ക് ചിന്തിക്കാനേ കഴിയില്ല. കേരളത്തിന്റെ ഭാഗമായി തീർന്ന അന്ന് മുതൽ ഇന്നുവരെയും കാസർഗോഡ് അതിന്റെ സംസ്കാരം, ഭക്ഷണരീതികൾ തുടങ്ങിയവയിൽ നിന്നും വ്യതിചലിച്ച് മലബാറുമായി ഇഴുകിച്ചേർന്നിട്ടില്ല എന്നു തന്നെ പറയാം. നോമ്പുകാലം എന്ന വാക്കുകേട്ടാൽ കാസർഗോട്ടുകാർക്ക് ആദ്യം ഓർമ്മ വരുന്നത് തളങ്കര തൊപ്പിയായിരിക്കും. നാവിക പാരമ്പര്യത്തിന്റെയും ബോംബെ അധോലോകത്തിന്റെയും കഥകൾ ഏറെ പറയാനുള്ള കാസർഗോട്ടിൽ നിന്നും കൈകൊണ്ട് തുന്നിയ തൊപ്പി മഹത്വം കടൽ കടന്ന് ദുബായ്, സിംഗപ്പൂർ, മലേഷ്യ, ബർമ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം കാസർഗോഡിനെ എക്കാലവും അടയാളപ്പെടുത്തി. ഇന്ന് ഈ തൊപ്പി തുന്നുന്ന 1-2 പേർ മാത്രമായി ചുരുങ്ങി. ഉപ്പള, മഞ്ചേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചാൽ ഉറുദു മാതൃഭാഷയായുള്ള ഹനഫി വിഭാഗമാണ് ഏറെയുള്ളത്. പ്രത്യേകം മസ്ജിദുകൾ തന്നെയുള്ള ഇവരുടെ നോമ്പുകാലത്തിന് മറ്റ് വിഭാഗക്കാരേക്കാൾ ചിട്ടവട്ടങ്ങൾ ഏറെയാണ് താനും. ഭക്ഷണ ഉപഭോഗം വളരെ കുറച്ച്, ആത്മീയതയിൽ മുഴുകുന്ന രാപ്പകലുകൾ. എന്തുകൊണ്ടോ നിരന്തരം തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നവർ. കർണാടക ഭക്ഷണ രീതിയുടെ സ്ഥായിയായ ശൈലിയിൽ എരിവും പുളിയും നന്നേ കുറച്ചുള്ള വിഭവങ്ങൾ, തേങ്ങ അധികമിട്ട വിഭവങ്ങളാണേറെയും. എന്തിലും ഏതിലും കാസർഗോട്ടുകാർ തേങ്ങ ചേർക്കും. പിന്നീട് ഗൾഫ് നാടിന്റെ അതിപ്രസരം ആദ്യം അനുഭവിക്കുന്നതും ഈ നാടു തന്നെ. അറേബ്യൻ ഭക്ഷണത്തോടായി കൂടുതൽ പ്രിയം. ബിരിയാണിയും പത്തിരിയും കൂടാതെ അൽസ, സോജി, ബിർണി എന്നിവയാണ് ഇവിടത്തെ നോമ്പുകാല പ്രത്യേക വിഭവങ്ങൾ. തേങ്ങ കൊണ്ടുണ്ടാക്കിയ പാചകങ്ങളാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അത് ഇറച്ചി, മീൻ, അതുപോലെ അപ്പങ്ങൾ, പിന്നെ പായസങ്ങൾ എല്ലാം തേങ്ങ കൊണ്ടുള്ള വിഭവങ്ങളാണ്. ഇപ്പം മട്ടൻ കറിയും പത്തിരിയും ഇല്ലാതെ ഒരു റമദാൻ കടന്നുപോയില്ല. നോമ്പുകാലത്താണ് കണ്ണൂരിലെ മാപ്പിളമാർ പുതിയ വിഭവങ്ങൾക്ക് ജന്മം നൽകുന്നതെന്ന് തോന്നും. കാരണം അത്രയ്ക്കും എരിവും പുളിയുമൊക്കെയുള്ള നല്ല രസമുള്ള ഓർമ്മകളാണ് കണ്ണൂരിലെ നോമ്പുകാലം. അത്തരമൊരു നോമ്പുകാലം പങ്കുവയ്ക്കുകയാണ് കണ്ണൂർ അറക്കൽ രാജവംശത്തിലെ അംഗങ്ങൾ. നീലേശ്വരം പുഴയ്ക്കുപ്പുറമാണ് മലബാറിന്റെ രുചി തുടങ്ങുന്നത് എന്ന് പറയാം. അത് ഉച്ചസ്ഥായിലെത്തുന്നതാവട്ടെ തലശ്ശേരിയിലെത്തുമ്പോഴും. കോഴിക്കോട്ടുകാരേക്കാൾ ഉത്സാഹത്തോടെ സൽക്കരിക്കാൻ കൂടുതൽ രുചികരമായ വിഭവങ്ങളൊരുക്കി എക്കാലത്തും കാത്തിരുന്നതും ഈ നാടാണ്. മസാലക്കൂട്ടുകൾ മാറ്റിമറിച്ച് എപ്പോഴും ഒരു രുചി പരീക്ഷണത്തിൽ വിജയിക്കാൻ വെമ്പുന്നവർ. അതുകൊണ്ട് തന്നെ ഓരോ നോമ്പുകാലവും പുണ്യങ്ങളുടെ പൂക്കാലത്തിനൊപ്പം വിഭവസമൃദ്ധവും കൂടിയാണ് കണ്ണൂരുകാരുടെ തീന്മേശ. ബിരിയാണിയുടെ പേറ്റന്റിനെ ചൊല്ലി ഇപ്പോഴും തലശ്ശേരിക്കാർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ വാദം കോഴിക്കോട്ടുകാർ സമ്മതിക്കില്ലെന്ന് മാത്രം. അത്താഴ സമയം അറിയിക്കാൻ വീടുകൾ തോറും കയറിയിറങ്ങിയിരുന്ന ഉടോഭാവന്മാർ ഇവിടുത്തെ മാത്രം പ്രത്യേകതയായിരുന്നു. നോമ്പ് 28-ന് സമൂഹ നോമ്പ് അർക്കൽ തറവാട്ടിൻ്റെ ഒരു സമൂഹ നോമ്പ് ഉണ്ടാവും. അത് ഞങ്ങൾ സക്കാത്ത് എല്ലാ സാധുക്കൾക്കും സക്കാത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അന്നത്തെ കാലം. അപ്പോൾ അത് ഇപ്പോഴും അത് 28 നോമ്പ് 28 അനുഷ്ഠിച്ച് വരുന്നുണ്ട് അർക്കൽ ബീവിയുടെ സാന്നിധ്യത്തിൽ. വയനാട്ടുകാരുടെ മനസ്സിൽ നോമ്പുകാലം വരച്ചിട്ട ചിത്രങ്ങൾ അത്ര നിറമുള്ളതല്ല. കാലാവസ്ഥയോടും കാട്ടുമൃഗങ്ങളോടും മറ്റു കാലങ്ങളെപ്പോലെ തന്നെയാണ് നോമ്പുകാലവും.
സ്വന്തമായി വിഭവങ്ങളേക്കാൾ അനുഭവങ്ങൾ ധാരാളമുള്ളവർ. ചുരം കയറി വന്ന രുചികളാണ് ഏറെയും. കുടിയേറ്റക്കാരുടെ മേഖലയായ വയനാട്ടിലെ നോമ്പുകാലം ഇപ്പോഴത്തെ തലമുറയ്ക്ക് മഴക്കാലമാണ്. തണുപ്പും കോടയും മലമ്പനിയും ദാരിദ്ര്യവും ജീവനുകൾ കവർന്നെടുത്ത ഒരു കാലത്തെ അതിജീവിച്ചവർക്ക് കഴിഞ്ഞ നോമ്പുകാലം മറക്കാനാവില്ല. ഒറ്റപ്പെട്ട സമ്പന്നരുടെ വീടുകളിൽ പോലും നോമ്പ് വിഭവങ്ങൾ എന്ന് പറയാൻ പറയത്തക്ക ഒന്നുമില്ല. മലബാറിലെ നോമ്പുകാല തന്നെ രുചികളായ പത്തിരിയും ഇറച്ചിക്കറിയുമെല്ലാം പിന്നെയും എത്രയോ കാലത്തിന് ശേഷമാണ് ചുരം കയറി ഇവരുടെ കൈകളിലെത്തുന്നത്. എന്ത് വിഭവവും തീയിൽ നിന്നും വാങ്ങിവെച്ചാൽ ഐസായി പോയിരുന്ന കാലാവസ്ഥ പിന്നീട് 10 വർഷങ്ങൾക്കിപ്പുറം ടയർ പത്തിരി എന്ന പേരുള്ള കട്ടയുള്ള ഒരിനം പത്തിരിയും നോമ്പുകാലത്തെ വയനാടൻ സ്പെഷ്യലായി മാറി. ഒരുപക്ഷെ തണുപ്പിനെ അതിജീവിക്കാൻ കർണവത്തികൾ കണ്ടുപിടിച്ചതായിരിക്കണം ഇതെന്ന് തോന്നുന്നു. അതുപോലെ അന്ന് പള്ളികളിൽ ധാരാളം പേരെത്തുമായിരുന്നു. പഴയ പോലെ പഴയ കാലത്ത് ഈ പല തറവാട് വീടുകളിലും സമ്പന്നരായിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് നോമ്പ് തുറക്കാൻ പ്രത്യേകം ക്ഷണിക്കാതെ തന്നെ ആളുകൾ വരുന്ന ഒരു സമ്പ്രദായം അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ ക്ഷണിച്ചാൽ തന്നെ പലർക്കും വരാൻ വിഷമമുള്ള സംഗതികളാണ്. കാരണം അന്ന് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ജനതയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. കാരണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാൻ വകയില്ലാത്ത ആളുകളായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. വാസ്കോഡ ഗാമ കപ്പലിറങ്ങുന്നതിന് മുമ്പേ കോഴിക്കോട്ടുകാർ ഉള്ളതുകൊണ്ട് അതിഥി സൽക്കാരങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നോമ്പുകാലങ്ങളെക്കാൾ നോമ്പുതുറ ഒരു അനുഭവമാണ് എന്ന് വിമർശിച്ചാലും തെറ്റില്ല. കോഴിക്കോട്ടെ നോമ്പുകാലം, നോമ്പുതുറ, മുത്താഴം, അത്താഴമുട്ടുകാർ എന്നിവ ഒരിക്കലെങ്കിലും ഓർക്കാത്ത മറുനാട്ടുകാരൻ ഉണ്ടാവില്ല. ആരെയും ഹൃദയം കൊടുത്ത് സ്വീകരിക്കുന്ന സൽക്കാരപ്രിയരാണ് എന്നും കോഴിക്കോട്ടുകാർ. പാരമ്പര്യമായുള്ള പത്തിരി ഒഴിവാക്കി നോമ്പുതുറയ്ക്ക് ബിരിയാണി ആദ്യം പരീക്ഷിച്ച നാടും ഇതുതന്നെ. നോമ്പുകാലത്ത് സ്വീകരിക്കാൻ 1 മാസം മുമ്പേ വീടുകളും പള്ളികളും കൂട്ടത്തോടെ അടിച്ചുവാരി കഴുകി വൃത്തിയാക്കും. റംസാൻ പിറ കാണുന്നതോടെ തെക്ബീർ ധ്വനികൾ മുഴങ്ങുകയായി. ആ ദിവസം മുതൽ മാപ്പിളമാരായ ചങ്ങാതിമാർക്കൊപ്പം മറ്റുള്ളവരും റംസാൻ മാസത്തെ ഏറെ ബഹുമാനിക്കും. ഹോട്ടലുകൾ 1 മാസത്തേക്ക് പൂർണ്ണമായും അടച്ചിടും. ദാരിദ്ര്യം അതിന്റെ എല്ലാ വറുതിയിലുണ്ടായിരുന്ന കാലത്തായിരുന്നപ്പോഴും കോഴിക്കോട്ടുകാർ അത് വിദഗ്ധമായി മറച്ചുവെച്ചു. നോമ്പു സൽക്കാരങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. നോമ്പുകാലത്തേക്കാൾ നോമ്പുതുറകൾ ആദ്യം ആഘോഷമാക്കിയ നാട്. 20 മുതൽ 30 വരെയും ചിലപ്പോൾ അതിലധികവും വിഭവങ്ങൾ ഉണ്ടാക്കി നോമ്പുതുറ ആഘോഷമാക്കുന്നവർ. നോമ്പ് തുറയിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് അങ്ങനെ തന്നെ നോമ്പ് തുറക്കലും ഇതാക്കലും ഒക്കെ വീടുകളിൽ തന്നെയാണ്. ഹോട്ടലിലൊന്നും അങ്ങനെ ഒന്നും ആരും പോക്കൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് അതല്ല. എന്നാലും നമ്മളെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കുറ്റിച്ചിറ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അവനവന്റെ വീട്ടിൽ തന്നെ. കോഴിക്കോട്ടെ ഏറ്റവും നല്ല നോമ്പുകാലം എന്നും കുറ്റിച്ചിറക്കാർക്കാണെന്ന് തോന്നുന്നു. സ്നേഹത്തിനൊപ്പം സർവ്വമനുഷ്യരെയും നോമ്പു സൽക്കാരത്തിന് ഇവിടെ ഒത്തുകൂടും. കുറ്റിച്ചിറക്കാർ മാത്രമാണ് ഇന്നും വിപണിയിൽ നിന്ന് പലഹാരങ്ങൾ പാർസൽ വാങ്ങിക്കാത്തവരായി അവശേഷിക്കുന്നതും. 10 പേര് നോമ്പ് തുറക്കാനുണ്ടെങ്കിൽ 20 പേരുടെ ഭക്ഷണം ഉണ്ടാക്കുക, അതും അവർക്ക് കഴിക്കാവുന്നതിന് എത്രയോ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുക, അത് മുഴുവൻ വേസ്റ്റാക്കി കളയുക. ഇത് റംസാൻ കൊണ്ട് എന്താണോ മതം ഉദ്ദേശിച്ചത്, ദൈവം ഉദ്ദേശിച്ചത്, അതിൻ്റെ നേരെ വിപരീത ഫലങ്ങളാണ് ഇതുകൊണ്ടുണ്ടാക്കുന്നത്. പ്രവാചകൻ പറഞ്ഞ പോലെ നോമ്പിനെ അനുഭവമാക്കുക, നോമ്പ് തുറയല്ല അനുഭവമാക്കേണ്ടത്. നോമ്പിനെ കുറിച്ച് ചോദിച്ചാൽ പണ്ടൊക്കെയായിരുന്നു നോമ്പുകാലം എന്നും പറഞ്ഞ് മലപ്പുറത്തുകാർ തുടങ്ങും. അതിന്റെ കാരണം നനച്ചുകുളി, അടച്ചിട്ട ഹോട്ടലുകൾ തുടങ്ങി അങ്ങനെ പലതും ഇന്ന് വിസ്മൃതിയിലേക്ക് മായുകയാണ്. നോമ്പുകാലം മലപ്പുറത്തുകാർക്ക് പറഞ്ഞു തീരാത്ത ഗൃഹാതുരത്വമാണ്. ആത്മീയതയും മതസൗഹാർദ്ദവും ബന്ധങ്ങളും അരക്കിട്ടുറപ്പിക്കുന്ന ഒരു മാസം. പത്തു വർഷം മുമ്പ് അന്യദേശക്കാർ ആരെങ്കിലും നോമ്പിന് ഈ നാട്ടിൽ വണ്ടിയിറങ്ങിയാൽ പച്ചവെള്ളം പോലും കിട്ടിയിരുന്നില്ല. കാരണം നോമ്പുകാലത്തെ അതിന്റെ എല്ലാ പരിശുദ്ധിയോടെയും
കാത്തുസൂക്ഷിക്കാൻ മറ്റു മതസ്ഥരും ആവുന്നത്ര ശ്രമിച്ചു. എന്ത് പ്രതിസന്ധിയെയും ഒറ്റക്കെട്ടായി നേരിടുന്ന മലപ്പുറത്തുകാർക്ക് പോയ നോമ്പുകാലങ്ങൾ വെറുമൊരു നോമ്പല്ല, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ബന്ധങ്ങൾക്ക് മാതൃകയായി തീർന്ന ഒരു ജനത തന്നെയാണിവർ. ഈ നോമ്പുകാലത്ത് മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മുരിങ്ങയിലയും ഉണക്കമീനും പത്തിരിയും നാടൻ കോഴിക്കറിയുമെല്ലാം മണക്കുന്ന പഴയ നോമ്പുകാലമാണ് പ്രായമായവർക്ക് ഇഷ്ടം. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും ചിന്തിക്കാനാവില്ല. പെരിന്തൽമണ്ണ മാനത്തുമംഗലം റോഡരികിൽ 13 വർഷമായി സമൂസ വിൽക്കുന്ന അബൂബക്കർ പറയുന്നതും പച്ചവെള്ളം കൊണ്ട് മാത്രം നോമ്പ് തുറന്നിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ്. എല്ലാവരുടെ വീട്ടിലും സമൂസയും ബത്തക്കയും ഫ്രൂട്ടും മറ്റുള്ളതും മറിച്ചുള്ളതും അങ്ങനെയല്ല സാഹചര്യമായി മാറി. പഴയ കാലത്തു നിന്നൊക്കെ മാറിയെന്ന് മാത്രം. ഇപ്പം എല്ലാവിധ പരിപാടിയും ഒക്കെ ഗൾഫ് മോഡലായി. ബദരീങ്ങളുടെ ആണ്ടുനേർച്ച ദിവസമായ നോമ്പ് 17-നും 27-ാം രാവിനും മാത്രമായിരുന്നുവത്രേ അന്ന് പത്തിരിയും ഇറച്ചിക്കറിയും വീടുകളിൽ ഉണ്ടാക്കുക. തേക്കിലയിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന ഇറച്ചി ഓർമ്മിക്കാത്ത ഒറ്റ മലപ്പുറംകാരനും ഉണ്ടാവില്ല. എന്തിനധികം കോഴിക്കോട്ട് നിന്നും വന്നിരുന്ന കാരക്കയും ഈത്തപ്പഴവും സമ്പന്ന വീടുകളിൽ മാത്രം ഒതുങ്ങി. ഫിത്ർ സക്കാത്ത് എന്ന് നിർബന്ധിത ദാനത്തിനൊപ്പം നൽകുന്ന അരിയുടെ കൂട്ടത്തിൽ 1-2 ഈത്തപ്പഴവും നൽകി. അങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ഒരു ഈത്തപ്പഴത്തെ 7-8 ചീളുകളാക്കി അവർ സ്നേഹവും പങ്കുവച്ചു. നോമ്പുകാലത്തെ വരവേൽക്കുന്നത് ഇവിടുത്തെ മുൻ തലമുറയ്ക്ക് 3 മാസത്തോളം നീളുന്ന പ്രക്രിയയാണ്. മൺവീടുകളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മണ്ണും കരിയും തേച്ചുമെഴുകണം. പൊട്ടിപ്പൊളിഞ്ഞ തിണ്ണകൾ നേരെയാക്കണം. വസ്ത്രങ്ങളായ വസ്ത്രങ്ങളെല്ലാം പുഴയിലോ കുളത്തിലോ മുക്കി കഴുകണം. അരി, മുളക്, മല്ലി, മഞ്ഞൾ എന്നിവ ഉരലിലിട്ട് ഇടിച്ചു വെക്കണം. നനച്ചുകുളി എന്നാണ് ഇതറിയപ്പെടുന്നത്. പുതിയാപ്പിളമാരെയും പള്ളിയിലെ കാസിയെയും കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദിനെയും മാത്രം നോമ്പ് തുറപ്പിക്കും. ഇഫ്താർ സംഗമങ്ങൾ കേട്ടുകേൾവി പോലുമില്ല. പള്ളിയിൽ വെച്ച് ഒരു നോമ്പുതറ ഇല്ല. ബ്രോയിലർ കോഴി മാർക്കറ്റ് അടക്കി വാഴാൻ തുടങ്ങുന്നതിന് മുമ്പ് നാടൻ കോഴികൾ പുതിയാപ്പിളമാർക്ക് മാത്രമായി അറുത്തുപോന്നു. മൺചട്ടിയിൽ ചുട്ടെടുക്കുന്ന പത്തിരിയും ഇറച്ചിക്കറിയും ലോകോത്തര വിഭവങ്ങളായിരുന്നു അന്ന്. അങ്ങനെ മുണ്ടുമുറുക്കിയെടുത്ത് മലപ്പുറത്തുകാർ നോമ്പിനെ വരവേറ്റിരുന്ന കാലത്താണ് റവന്യൂ ഉദ്യോഗസ്ഥയായി ശാന്ത കോട്ടയത്ത് നിന്നും മലപ്പുറത്തെത്തുന്നത്. പാലക്കാട് ഡെപ്യൂട്ടി കളക്ടറായി 2000-ൽ വിരമിച്ച ശാന്ത പിന്നീട് നാട്ടിലേക്ക് തിരിച്ചുപോയില്ല. കാരണം തന്റെ മക്കൾ മലപ്പുറത്തുകാരാണെന്ന വിശ്വാസം പോകാൻ മനസ്സ് വിസമ്മതിച്ചു. ശാന്തയുടെ മൂത്ത മകൻ കിഷോർ കുമാർ കുട്ടിക്കാലം തൊട്ടേ നോമ്പെടുക്കാനും തുടങ്ങിയിരുന്നു. അതിന്റെ സാഹചര്യം ശാന്ത തന്നെ പറയും. ഇവിടുത്തെ സംസ്കാരത്തോടാണ് നമുക്ക് കൂടുതൽ താല്പര്യവും പ്രത്യേകതയും തോന്നും. മറ്റുള്ള മാതിരിയല്ല. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ജനസമൂഹമാണ് മലപ്പുറം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതല്ലേ കേരളത്തിൽ നിന്ന് തെക്കുന്നൊക്കെ ഉദ്യോഗസ്ഥർ വന്നവർ അവരൊക്കെ തന്നെ ഇവിടെ വീടുകൾ വെച്ച് അധികവും താമസിക്കുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മതത്തിലധിഷ്ഠിതമായ ഒരു പ്രത്യേകമായ ഒരു സംസ്കാരം ഉള്ളത് കൊണ്ടാണ് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയും. കിഷോറിന്റെ ജീവിത പങ്കാളിയായി വന്ന ഇടുക്കി സ്വദേശിനി ഷിജോയും നോമ്പുകാരിയായി മാറി. മലപ്പുറത്തിന്റെ മതമൈത്രി തകർക്കാൻ പല പരിഷ്കാരികളും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും വിലപ്പോവില്ല. കാരണം അത്രയ്ക്കും സുദൃഢമാണ് ബന്ധങ്ങൾ. നോമ്പുകാലമായാൽ അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നു. ഇന്ന് നാടിന്റെ മുക്കിലും മൂലയിലും വരെ മാർബിൾ പതിച്ച നിസ്കാര പള്ളികളും ജുമ നിർവഹിക്കാനുള്ള പള്ളികളുടെയും നിർമ്മാണം തകൃതിയായി നടക്കുന്നു. 10 പേർക്കാണെങ്കിലും പള്ളികൾ നിർമ്മിക്കുന്നത് ഫാഷനായോ എന്ന് തോന്നും. പക്ഷേ പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദിൽ ഉച്ചഭാഷിണി വന്ന് വർഷങ്ങളായിട്ടും നോമ്പു തുറക്കാനുള്ള മഗ്രിബ് ബാങ്ക് വിളിക്കും മുമ്പ് കതിനവെടി പൊട്ടിക്കുന്നത് 100 വർഷം പിന്നിട്ടിട്ടും നിർത്തിയിട്ടില്ല. കൗതുകകരമായ വസ്തുത, കഴിഞ്ഞ 43 വർഷമായി ഇവിടെ കതിന പൊട്ടിക്കാൻ എത്തുന്നത് അമുസ്ലിമായ പരിയാണിയാണ്. പള്ളിയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു തരുമ്പോഴേക്കും പരിയാണിക്ക് കണ്ണീരടക്കാനായില്ല. ആയിരങ്ങൾ നോമ്പ് തുറക്കുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ അവിടെ ഞാൻ എനിക്ക് നടക്കാൻ പറ്റുന്നിടത്തോളം കാര്യം ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ മനസ്സിൽ
പഴമ വിളിച്ചോതുന്ന വണ്ടൂർ പള്ളിക്കുന്ന് വലിയ ജുമാ മസ്ജിദിന്റെ പൂമുഖത്ത് ഇസ്ലാമിക ദർശനത്തിലെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്നത് ഇവിടെ ഒരിക്കലും ഉച്ചഭാഷിണി ഉപയോഗിക്കാത്തതിലൂടെ തന്നെയാണ്. പകരം 120 വർഷങ്ങൾ പിന്നിട്ടിട്ടും നമസ്കാര സമയവും അത്താഴ സമയവും അറിയിക്കുന്നത് നഗാരയടിച്ചും കതിന പൊട്ടിച്ചുമാണ്. ബലി കൊടുക്കുന്ന മൃഗത്തിന്റെ തോൽ ഉപയോഗിച്ചാണ് വലിയ ചെണ്ടയുടെ ആകൃതിയിലുള്ള നഗാര നിർമ്മിച്ചിരിക്കുന്നത്. തെങ്ങിൻ പൂക്കുലത്തണ്ട് ചെണ്ടക്കോലായും ഉപയോഗിക്കും. ബാങ്ക് സമയമായാൽ 10 മിനിറ്റോളം നീളുന്ന നഗാരയടിയാണ്. ഇന്ന് കാലം മാറി, ദാരിദ്ര്യവും. 1970കളുടെ തുടക്കത്തിൽ മലപ്പുറത്തുകാരും ഉരുകയറി അറേബ്യൻ നാടുകളിലെത്തി. മൺവീടുകൾ പതിയെ മൺമറഞ്ഞു. മലപ്പുറത്തുകാരുടെ തീന്മേശയിൽ ഇറച്ചിയും പത്തിരിയും പഴവർഗ്ഗങ്ങളും മെല്ലെ സ്ഥാനം പിടിക്കുകയായി. 90കളുടെ ആദ്യത്തിൽ ബിരിയാണിയും കടന്നു വന്നു. അങ്ങനെയൊരു നോമ്പു സൽക്കാരത്തിന് ആദ്യം ബിരിയാണി പരീക്ഷിച്ച മാപ്പിളപ്പാട്ടിലെ അതികായൻ VM കുട്ടി താൻ നാണം കെടാതെ രക്ഷപ്പെട്ട ഒരിക്കലും മറക്കാത്ത അനുഭവം പങ്കുവച്ചു. പരിഷ്കാരം വന്നതിന് ശേഷം ഒരിക്കലും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമ്മൾ പ്രാവശ്യം ബിരിയാണി ആക്കുക, ബിരിയാണിക്ക് വെപ്പുകാരനെ തന്നെ കൊണ്ടുവരണം. അങ്ങനെ ഞാനിവിടെ ഒരു 10-40 ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഭാര്യ ഓടി വന്നിട്ട് ഒന്ന് വരിയെന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്ക് ഒരു വല്ലാത്ത വാസന ബിരിയാണി ചെമ്പത്. ബിരിയാണി ആകെ കരിഞ്ഞു പോയിരിക്കുന്നു, വെപ്പുകാരൻ മുങ്ങി, ആകെ മാനം കേട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കുട്ടികളൊക്കെ ഒത്താശക്കാരുണ്ട്, അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഉടനെ കാറെടുത്തിട്ട് ഇപ്പൊ കൊണ്ടോട്ടിയിലേക്ക് വിട്ടു. 90കളുടെ അവസാനമാകുമ്പോഴേക്കും മലപ്പുറത്തുകാർ നോമ്പുകാലത്തും സൽക്കാരപ്രിയരായി. പുതിയാപ്പിള സൽക്കാരം, അമ്മായിയമ്മ സൽക്കാരം തുടങ്ങിയ പേരുകളിൽ നോമ്പു സൽക്കാരവും ഏറ്റെടുത്തു. അപ്പോഴേക്കും ഇവിടെ ഒന്ന് ഏറെക്കുറെ നഷ്ടപ്പെട്ടു. മറ്റൊന്നുമല്ല, രാത്രികാല പ്രഭാഷണങ്ങൾ. നേരം വെളുക്കോളം ഉറക്കൊഴിച്ച് വേലയേക്കാൻ പോവും. ഇപ്പോഴത്തെ കാലത്തെ മാതിരിയല്ല. അന്ന് കുട്ടികളെയൊക്കെ തോളിലിട്ട്, ഞാനൊക്കെ എത്രയോ എൻ്റെ കുട്ടീനെ, ചെറിയ കുട്ടീനെ തോളിലിട്ട് കാണി പോയി തെങ്ങിൻ്റെ ഒട്ടൊക്കെ കൊണ്ടുപോയി കടത്തി വേലയേക്കാൻ പോയി. പക്ഷേ നഷ്ടപ്പെട്ട കാഴ്ചകളെല്ലാം പുതുരൂപത്തിൽ പിറവിയെടുക്കുന്നുണ്ട്. പൊന്നാനിയിൽ നിന്നും കോട്ടക്കലിലേക്കുള്ള വഴിമധ്യേ ആലത്തിയൂരിൽ വെച്ച് ഒരു പുതിയ നോമ്പു കാഴ്ച ഞങ്ങൾ കണ്ടു. ടാർപോളിൽ മറച്ച ടെന്റിനകത്ത് LCDയിൽ CD വെച്ച് മതപ്രഭാഷണം കേൾക്കുന്നവരാണിവർ. സ്ത്രീകളില്ല, പുരുഷന്മാർ മാത്രം. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ പലതാണെന്ന് കാരണവന്മാർ അടക്കം പറഞ്ഞു. ഒന്ന്, രാത്രി ഉറക്കമൊഴിക്കേണ്ട. പ്രഭാഷകരെ കൊണ്ടുവരാനും ഒപ്പം സംഘാടകർക്കും പണം കൊടുക്കേണ്ട. ബക്കറ്റ് പിരിവില്ല. കോഴി, തേങ്ങ, തേൻ, മുട്ട തുടങ്ങിയവയുടെ ലേലം വിളികളും കേൾക്കണ്ട. അവസാന പ്രാർത്ഥന വരെ നിൽക്കണ്ട. ഇഷ്ടമുള്ളപ്പോൾ എണീറ്റ് പോകാം. കാലമെത്ര മാറിയാലും നോമ്പുകാലമായാൽ മാറ്റമില്ലാത്ത ഒന്ന് സജീവമാകുന്ന കാലിച്ചന്തകളാണ്. ഇറച്ചി ഉപഭോഗം കൂടുന്നതും നോമ്പുകാലത്ത് തന്നെ. മലപ്പുറത്തെ കാലിച്ചന്തകളിൽ നിന്നാണ് മറ്റു ജില്ലകളിലേക്ക് കാലികളെ കൊണ്ടുപോകുന്നത്. നോമ്പുകാലമായാൽ ഇന്നും മാറ്റമില്ലാത്ത കാഴ്ച ഒന്ന് കാലിച്ചന്ത തന്നെയാണ്. ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കാലികൾ മലബാറിലെ ചന്തകളിലെത്തുന്നത്. നിയമം കർശനമാക്കിയതോടെ കാലികളെ അതിർത്തിയിൽ നിന്നും റാന്തലും തൂക്കി നടത്തിക്കൊണ്ടുവന്നിരുന്നപ്പോൾ കേട്ട കുളമ്പടി ശബ്ദവും ചാട്ടവാറയുടെ ശബ്ദവും ഓർമ്മകൾ മാത്രമായി. നാട്ടിൻപുറത്തെല്ലാം പോത്തിറച്ചി എല്ലാ ദിവസവും തൂങ്ങി നിന്നു. മലബാറിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പോത്തു കച്ചവടക്കാരെത്തി. അങ്ങനെ ഇറച്ചിയും പത്തിരിയും മലബാറുകാർക്ക് പുത്തരിയല്ലാതായി. മതമൈത്രിയുടെ പര്യായ പദമാണ് പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്. ബാബരി മസ്ജിദ് തകർന്ന ദിവസം പോലും ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയായ ആചാര്യന്മാർ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സംയമനത്തിന്റെയും പാതയിൽ വിശ്വാസികളെ എന്നുറപ്പിച്ചു നിർത്തിയ പാണക്കാട്ടെ തങ്ങന്മാരുടെ നോമ്പുകാലം ഓർമ്മിച്ചെടുക്കുകയാണ് കൊടപ്പനക്കലിലെ ഇളം തലമുറക്കാരൻ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനെ ഒഴിച്ചു നിർത്തിയൊരു നോമ്പോർമ്മകൾ മലപ്പുറത്തുകാർക്കില്ല. ഇവിടത്തെ ഒരു മണി അരിക്കും സ്നേഹവാക്കുകൾക്കും ജാതിമത ഭേദമന്യേ ആളുകൾ എക്കാലത്തും ഈ മുറ്റത്തെത്തി. റംസാനിൽ മറ്റു പരിപാടികളെല്ലാം വെട്ടിക്കുറച്ച് കഴിയുന്നതും പ്രാർത്ഥനയിൽ തന്നെ മുഴുകാനാണ് ഈ വീട്ടിലുള്ളവർ ശ്രമിക്കുക. تنزيل الكتاب لا ريب فيه من رب العالمين
ഓരോ ദിവസവും പ്രത്യേകം ഇഫ്താർ ഉണ്ടാകും. അതിൽ എല്ലാ ജാതിക്കാരും ഉണ്ടാകും. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എല്ലാ ജില്ലകളിലും ഇഫ്താറിന് കൂടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മാതാവിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട്ടെ കൊയിലാണ്ടിയിലെ നോമ്പുതുറയാണ് എന്നും ഇഷ്ടം. കാലക്രമേണ കോഴിക്കോട്ടുകാരായ ബീവിമാർ ഈ തറവാടിന്റെ മരുമക്കളായി എത്തിയതോടെ കോഴിക്കോടൻ വിഭവങ്ങൾ തങ്ങളുടെ തീന്മേശയിലെത്തിയതും തമാശയോടെ ഓർക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ അധികം കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വിഭവങ്ങൾ ഏകദേശം ആ ഒരു രീതിയിലേക്ക് കൾച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതെ. അത് കൊയിലാണ്ടിയാണ്. മുസ്ലിം ലീഗ് നേതാവും പാർലമെന്റ് അംഗവുമായ A.T. മുഹമ്മദ് ബഷീർ തന്റെ ഓർമ്മയിൽ പച്ചപിടിച്ചു നിൽക്കുന്ന നോമ്പുകാലം പങ്കുവച്ചു. കുട്ടിക്കാലം തൊട്ട് നോമ്പ് നോറ്റു തുടങ്ങിയ A.T. ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒറ്റ നോമ്പ് പോലും ഒഴിവാക്കിയിട്ടില്ല. മതമൈത്രി ഊട്ടിയുറപ്പിക്കുന്ന ഇഫ്താറിനെ കുറിച്ച് A.T. ഇപ്പം നോമ്പ് കാലത്ത് വരുന്ന ഇഫ്താർ പരിപാടികൾ നമ്മുടെ നാട്ടിൽ ഒരു നല്ല എന്താ പറയുക, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സംഗതി കൂടിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും ഇങ്ങനെ ആൾക്ക് പണ്ട് ഒത്തുകൂടാനുള്ള പല സംഗതികളും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് കുറഞ്ഞതിൻ്റെ ആ ഗ്യാപ്പ് കൂടി ഈ ഇഫ്താർ പരിപാടികളിലൂടെ പരിഹരിക്കപ്പെടുകയാണ്. ഇനി അത്ര രസകരമല്ലാത്ത നോമ്പുകാല കാഴ്ചകളാണ്. പാണ്ടിക്കാട് നിന്നും മഞ്ചേരിയിലേക്കുള്ള യാത്രാമധ്യേ നോമ്പു തുറക്കാൻ 20 മിനിറ്റ് ബാക്കി നിൽക്കെയാണ് നെല്ലിക്കുത്ത് വെച്ച് ഞങ്ങൾ സഫിയയെയും സുഹൃത്തുക്കളെയും അപ്രതീക്ഷിതമായി കണ്ടത്. സമ്പന്നർ തന്റെ സമ്പാദ്യത്തിന്റെ 2.5% നിർബന്ധമായും നൽകിയിരിക്കേണ്ട സക്കാത്ത് വിഹിതം വാങ്ങാൻ രാവിലെ മുതലേ ഇറങ്ങിയതാണിവർ. വീടുകളിൽ ചെല്ലുമ്പോൾ ഇല്ല എന്ന മറുപടി വേദനയോടെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബാക്കി സഫിയ പറയും. ഇല്ല, കൊടുക്കണില്ല എന്ന് പറയാം. പള്ളി കമ്മിറ്റിക്ക് കൊടുക്കുകയാണെന്നേ പറയുള്ളൂ. ഇങ്ങനെ കൊടുക്കുക വേണ്ടത് അവര്, പക്ഷെ അവര് തരുന്നില്ല, അല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊടുത്തു എന്ന് പറയും. പള്ളികളിൽ ഏൽപ്പിക്കുന്നത് നിശ്ചയമായും കിട്ടാൻ അർഹതയുള്ളവർ. പിന്നെന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന ചോദ്യം ഉണ്ടായേക്കാം. അതിനും മറുപടിയുണ്ട്. കിട്ടുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. കുറെ ആൾക്കാർ കിട്ടുന്നുണ്ട്, പല ഭാഗമുള്ള ആൾക്കാർക്ക് കിട്ടും. പക്ഷെ അതിൽ നമ്മൾ പെടാത്ത ആൾക്കാരുണ്ട്, ഉൾപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും. അതാണ് നമ്മൾ ഇതിന് കൈകാട്ടാൻ വരുന്നത്. അത് നമ്മൾ വരില്ല. ആഗ്രഹിച്ചിട്ടല്ല ഇവർ കൈനീട്ടുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയേണ്ടി വന്നതെന്ന സാഹചര്യത്തിൽ സക്കാത്ത് വിഹിതം പള്ളിയിൽ ഏൽപ്പിക്കുന്നവർ അത് അർഹിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഹിതപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ദാരിദ്ര്യത്തിന് ലോകത്തെവിടെയും ഒരു മുഖമാണ്. തീരദേശ മേഖലയിലെ നോമ്പുകാലം കൂടി വരച്ചിടാതെ മലബാറിലെ നോമ്പുകാലം പൂർണ്ണമാകില്ല. പൊന്നാനി തീരദേശത്തെ ഈ ഓലക്കുടിലുകളിൽ തിങ്ങിപ്പാർക്കുന്നത് മുസ്ലിങ്ങളാണ്. തീരദേശത്തെ നോമ്പുകാല ഓർമ്മകൾക്ക് എന്നും ഒറ്റ ഫ്രെയിമേയുള്ളൂ. നോമ്പനുഭവങ്ങളെയും വിഭവങ്ങളെയും കുറിച്ച് ചോദിച്ചപ്പോൾ ജിലാനി നഗറിലെ ആസ്യ ഞങ്ങളെ നിന്നുതിരിയാനിടമില്ലാത്ത അടുക്കളയിലേക്ക് കൊണ്ടുപോയി. നോമ്പു തുറക്കാൻ പേരറിയാത്ത എന്തോ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നു. പച്ചക്കറി കൊണ്ടാണ് ഒഴിച്ചുകറി. പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും ഇറച്ചി വിഭവങ്ങളും എന്തിനധികം വാഴപ്പവരുടെ മെനുവിലില്ല. ഇഫ്താറുകളുമില്ല. കടലമ്മ കനിഞ്ഞാലും കിട്ടുന്ന തുക 1 കിലോ ഇറച്ചി വാങ്ങാൻ പോലും തികയില്ല. നമ്മളോട് അതിനുള്ള കഴിവൊന്നുമില്ല. അമ്മ അത്താഴത്തിന് പിടിച്ച് കുറുമ്പേക്കോ തിരുമ്പ മീനും എന്നെ അരുവിക്ക് ചായ കുടിച്ച് നോമ്പ് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കുടിക്കില്ല. നമ്മളിപ്പോൾ 10 ആളോട് പറഞ്ഞ മോളെ നമുക്കൊരാളും തരുമൊന്നുമില്ല. അതൊക്കെ നമ്മൾ സബൂർ ചെയ്യുക. അതിലല്ലാവും നമുക്കൊരു ഫലമാകും. അല്ലെ നമ്മങ്ങനെ ഞാൻ വെച്ചിട്ടില്ല, ഞാൻ തിന്ന് ഞങ്ങളെ കഷ്ടപ്പാടാണ് എന്നൊന്നും ഇപ്പോൾ ഒരാളോട് പറഞ്ഞാൽ പറ്റൂല. വറുതിക്ക് തീ പിടിച്ച കാലം. നോമ്പായാലും പെരുന്നാളായാലും തീരദേശ മുസ്ലിങ്ങൾക്ക് എല്ലാം ഒരുപോലെയാണ്. വിപണിയിൽ കൊട്ടിഘോഷിക്കുന്ന വിവിധ പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും എന്തിനധികം ഇഫ്താർ വിരുന്നുകൾ പോലും ഇവിടെ അത്യപൂർവമാണെന്ന് നോമ്പുതുറ ആഘോഷമാക്കുന്നവർ അറിയുന്നത് നന്നായിരിക്കും. മലബാറിലെ പ്രവാസികളാണ് എന്നും ഇവിടുത്തെ നോമ്പുകാലം അതിന്റെ എല്ലാ തീക്ഷ്ണതയോടെയും മനസ്സിൽ താലോലിക്കുന്നത്. മുമ്പത്തെ പോലെ ഹോട്ടലുകൾ അടച്ചിടുന്നുണ്ടെങ്കിലും വൈകുന്നേരത്തോടെ പലഹാരങ്ങൾ ഉണ്ടാക്കി തുറന്നു വെക്കാൻ തുടങ്ങി. അത്താഴമുട്ടുകാർ വിടവാങ്ങി. ഒടുവിലെ 10 നാളിൽ വസ്ത്രങ്ങൾ വാങ്ങാനും മൈലാഞ്ചി ചോപ്പണിയുമാനുള്ള തിരക്കുകൾ ഇല്ലാതായി. സമയമില്ലെന്ന സ്ഥിരം ആവലാതിയിൽ നിക്കാഹുകളടക്കം നോമ്പുകാലത്തായി. എല്ലാം റെഡിമെയ്ഡായി വീട്ടകങ്ങളിൽ എത്തിയപ്പോഴും ഒന്നും തിരിച്ചു കിട്ടില്ലെന്നറിവോടെ ഓർമ്മകളിൽ മുഴുകുകയാണിവർ. പെരുന്നാളിന് മാത്രം പുത്തനുടുപ്പ് വാങ്ങിയിരുന്ന ഒരു കാലം. മൈലാഞ്ചി ചോപ്പും കുപ്പിവളകളും അണിഞ്ഞ് ചെറിയ പെരുന്നാളിനെ കാത്തിരുന്ന കാലം. ഇന്നതെല്ലാം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ മാത്രമായി. എന്നും പുത്തനുടുപ്പും സിന്തറ്റിക് മൈലാഞ്ചിയും അണിയുന്നവർക്ക് 30 ദിവസം ഉമിനീരിറക്കാത്ത നോമ്പിന്റെ വിശുദ്ധിയോ പെരുന്നാളിന്റെ പോരിശയോ ഉൾക്കൊള്ളാനായെന്നു വരില്ല.
ലോകമെമ്പാടുമുള്ള ഇന്ത്യ വിഷൻ പ്രേക്ഷകർക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.